കൊല്ലം വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാറിന്റെ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. കേസിൽ കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന്, അതിന്റെ ഒരു ശിക്ഷാവിധി കൂടി വരികയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇന്നാണ് വിസ്മയ കേസിൽ അന്തിമ വിധി പറയുന്നത്. ശിക്ഷാവിധി എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഏവരും. കഴിഞ്ഞ ദിവസമാണ് കിരൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. പ്രധാനമായും 3 വകുപ്പുകളാണ് പ്രതിക്കെതിരെ നിലനിൽക്കുന്നതായി കോടതി കണ്ടെത്തിയത്. സ്ത്രീധന പീഡനം കൊണ്ടുള്ള മരണം, സ്ത്രീധന പീഡനം, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ. ഇതിൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഉള്ളത്. അത് അതേപടി പരമാവധി ശിക്ഷ നൽകുമോ, അല്ലെങ്കിൽ ഈ ശിക്ഷാ പ്രഖ്യാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുക. കാരണം ഇതൊരു ഒറ്റപ്പെട്ട കേസായി കാണാതെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ദുഷ്പ്രവണത, ആ പ്രവണതയ്ക്കെതിരെയുള്ള, സ്ത്രീധനം പോലുള്ള ഒരു പ്രവണതയ്ക്കെതിരെയുള്ള സന്ദേശമായി ഈ വിധി മാറണം എന്ന ഒരു പൊതുവായ ആവശ്യം കൂടി ഉന്നയിച്ചായിരിക്കും പരമാവധി ശിക്ഷ എന്നതിലേക്ക് പ്രോസിക്യൂഷൻ പോവുക. അതേസമയം പ്രതിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാദിച്ചത് ഡിജിറ്റൽ തെളിവുകൾ പ്രധാന തെളിവായി എടുക്കരുതെന്നാണ്. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ടാണ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത്. ഈ ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ളത് സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ പ്രതിയുടെ പ്രായം 31 വയസ്സാണ്. ഈ പ്രായത്തിലെ കുറവ്, അതോടൊപ്പം തന്നെ മറ്റ് വീട്ടുകാരുടെ പ്രയാസം, കുടുംബാംഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പരമാവധി കുറഞ്ഞ ശിക്ഷ എന്നതിലേക്ക് ഉള്ള ഒരു ആവശ്യമായിരിക്കും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ തന്നെയാണ്. ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടതോടുകൂടി തന്നെ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഇതുവരെ നടത്തിയ നിയമ പോരാട്ടം വിജയിക്കുന്നതായി വിസ്മയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന ഒരു വിധി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനിയുള്ളത് ശിക്ഷയാണ്. ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും പ്രതിക്ക് ലഭിക്കുക എന്നതിനെ ആണ് ഇനി ആശ്രയിച്ചിരിക്കുന്നത് കാര്യങ്ങൾ. രാവിലെ തന്നെ പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ വിസ്മയുടെ പിതാവും ഒക്കെയും കോടതിയിലെത്തും. ഇന്ന് ജില്ലാ ജയിലിലാണ് പ്രതി കിരൺ കുമാർ ഉള്ളത്. കിരണിനെയും ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് കോടതിയിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഈ കോടതി നേരത്തെ സുപ്രീം കോടതി പ്രതിക്ക് അനുവദിച്ചിരുന്ന ജാമ്യം റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ ജില്ലാ ജയിലിലാണ് പ്രതി ഉള്ളത്. ഏതായാലും കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിധിയാണ് ഏവരും കാത്തിരിക്കുന്നത്. പുതിയ കേരളത്തിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായ ഒരു ആത്മഹത്യയായിരുന്നു ഇത്. ഈ കേസിൽ സമയബന്ധിതമായി തന്നെ അന്വേഷിക്കാനും കോടതിയിൽ കുറ്റം തെളിയിക്കാനും ഒക്കെ കഴിഞ്ഞ പോലീസിനും പ്രോസിക്യൂഷന്റെ ഒക്കെ ഭാഗത്ത് നിന്നൊരു വലിയ വിജയമായി തന്നെ ഇതിനെ കാണണം, അല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടൽ വരെ ഉണ്ടായ ഒരു കേസാണ്. ഗവർണർ തന്നെ വിസ്മയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ വലിയ സന്ദേശം സമൂഹത്തിൽ ഉയർത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണം, നമ്മൾ വിദ്യാസമ്പന്നരെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ ഗവർണറുടെ ഇടപെടൽ. സംസ്ഥാന സർക്കാരാകട്ടെ കിരൺകുമാറിനെ ഇത്തരമൊരു കോടതി വിധി, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ വകുപ്പ് തല അന്വേഷണം നടത്തുകയും കുറ്റക്കാരനെന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഏറ്റവും പ്രകടമായ ഒരു മാറ്റം ഉണ്ടാകുന്നത് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ് ഗവർണർ. ഈ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവർ ഈ കോളേജുകളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്ത്രീധനം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ സ്ത്രീധനം പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ടുള്ള സത്യവാങ്മൂലം കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് എഴുതി വാങ്ങണം എന്ന ഒരു കാര്യം ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. അത് സംസ്ഥാനത്ത് നടപ്പാകാൻ പോവുകയാണ്. തീർച്ചയായും യുവതലമുറയ്ക്കിടയിൽ പുതിയൊരു ദിശാബോധം, പുതിയൊരു കാഴ്ചപ്പാട്, ഇത്തരം പ്രാകൃതമായ സംവിധാനങ്ങളിൽ നിന്നുള്ള സമൂഹത്തിന്റെ മോചനം, അതൊക്കെ തന്നെയും വലിയ തോതിൽ ചർച്ചയാവുകയും അതിനുള്ള നടപടികൾ ഉണ്ടാവുകയും കൂടി ഈ കേസിന്റെ ഭാഗമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന വേദന ഒരു വശത്തുള്ളപ്പോൾ തന്നെ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ തന്നെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലും അത്തരമുള്ള നടപടികളിലുമൊക്കെ തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താഴെത്തട്ടിൽ ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ കൂടുതൽ
സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന തരത്തിലോ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിലോ ഉള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോയി വനിതാ കമ്മീഷന്റെയൊക്കെ മികച്ച ഇടപെടൽ ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. കിരൺ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.